പൊതുനിരത്തുകളിൽ യാത്ര ചെയ്യുമ്പോൾ സ്വയം ശ്രദ്ധിക്കുകയും മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രത ഉത്തരവാദിത്തം അത് എല്ലാവരുടേതാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. ഇക്കാര്യം തന്നെയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും പറയുന്നത്. പല അപകടങ്ങളും അശ്രദ്ധ മൂലം ഉണ്ടാകുന്നതാണെന്നാണ് മന്ത്രി പറഞ്ഞത്. കൂടലിലെ അപകടം ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ട് സംഭവിച്ചതാണ്. ആവശ്യത്തിന് ഉറങ്ങിയ ശേഷം മാത്രം വണ്ടി ഓടിക്കുന്ന സംസ്കാരം ഉണ്ടാകണമെന്നും മന്ത്രി പറയുന്നു. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ സംഭവമാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 4 വ്യക്തികൾ ഒരുമിച്ചൊരു അപകടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രാഥമികമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആ റൂട്ടിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ശബരിമല സീസണാണ്. ആയിരക്കണക്കിന് വണ്ടികളാണ് ഇത് കടന്നിട്ടുള്ളത്. വളരെ അവരവർ സൂക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഉറക്കം വന്നാൽ ഉറങ്ങുക എന്നുള്ളൊരു ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാകണം. പക്ഷെ ആ വീടിനോട് അടുത്തെത്തിയിട്ടാണ് ഈ അപകട സമയം. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഉറക്കം വന്നതാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, 7 കിലോമീറ്റർ വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം എന്ന് കരുതിയിട്ടാണ്. അതായിരിക്കും അപകടത്തിൻ്റെ കാരണം. പക്ഷേ ഇത് ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ പോലീസിൻ്റെയും വിലയിരുത്തുന്നത്. വളരെ ദുഃഖകരമായി പോയി. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ, ഇപ്പം പാലക്കാട് നടന്ന അപകടം കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല, അത് അപകടകരമായ ഒരു പ്രശ്നമായിരുന്നു. അതല്ലാതെ മറ്റ് സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നു. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇക്കാര്യം നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ഡ്രൈവ് നടത്താൻ നമ്മൾ ശ്രമിക്കും. ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, നന്നായി ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കണം. KSRTC തന്നെ ഞങ്ങൾ ഈ ജീവനക്കാർ കിടക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളുണ്ടാകും. തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്നു, പാലക്കാട് നില ഉദ്ഘാടനം ചെയ്തു, നെടുനാഗപ്പള്ളിയിൽ വന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡോക്ടർമാരും മറ്റു വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് ഡ്രൈവർ നന്നായി ഉറങ്ങണം, ഉറങ്ങിയതിനു ശേഷം മാത്രമേ വണ്ടി എടുക്കാവൂ എന്നുള്ള അപകടം കുറയ്ക്കുന്നതിനുള്ള മാർഗമാണ്. പ്രത്യേകിച്ച് രാത്രി ഒരു 3 മണി മുതൽ ഒരു 7 മണി വരെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയം. ആ സമയത്താണ് നമ്മൾ ഏറ്റവും വാഹനം ഓടിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അതാണ് ഗതാഗത മന്ത്രി ഓർമ്മപ്പെടുന്നത്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം, കൃത്യമായി ഉറങ്ങണം. ഉറക്കമില്ലാതെ തിരക്കിന്റെ അടിസ്ഥാനത്തിൽ വാഹനം ഓടിച്ചാൽ സ്വയം അപകടത്തിൽപ്പെടുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരെ അപകടത്തിലാക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി സംസ്ഥാനത്തെ മന്ത്രി തന്നെ നൽകുകയാണ്.